സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് അർജുൻ ടെണ്ടുൽക്കറുടെ ആ ഒരു അഭിമുഖമാണ്. ലക്നോ സൂപ്പർ ജയൻസിന്റെ താരങ്ങളിൽ ഭാവിയിൽ ഒരു വലിയ ക്രിക്കറ്ററായി അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറാൻ സാധ്യതയുള്ളത് ആരാണെന്ന അവതാരകന്റെ ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ അർജുൻ നൽകിയ മറുപടി മുകുൾ ചൗധരി എന്നായിരുന്നു. ഒരുപക്ഷെ അന്ന് ആ പേര് കേട്ടപ്പോൾ പലർക്കും അതത്ര പരിചിതമായിരുന്നില്ല. എന്നാൽ ആ പ്രവചനം എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞു. വലിയ സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലെത്തി അനായാസം ബാറ്റ് വീശി ലക്നൌവിന് ആവേശകരമായ വിജയം സമ്മാനിച്ച മുകുൾ ചൗധരിയുടെ ആ മാസ്മരിക ഇന്നിംഗ്സ് അർജുൻ ടെണ്ടുൽക്കറുടെ വാക്കുകൾക്കുള്ള ഏറ്റവും വലിയ അടിവരയായിരുന്നു. ആ ഒരൊറ്റ പ്രകടനത്തോടെ മുകുൾ ചൗധരി എന്ന പേര് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ആഴത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. ഒരു കളിക്കാരന്റെ പ്രതിഭയും അവന്റെ ഭാവി സാധ്യതകളും ലോകം തിരിച്ചറിയുന്നതിന് മുമ്പേ കൃത്യമായി മുൻകൂട്ടി കാണാൻ കഴിയുക എന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. കളിക്കളത്തിലും പരിശീലന സമയത്തിലും മുകളിന്റെ കളി അടുത്തുനിന്ന് നിരീക്ഷിച്ചതിലൂടെയാകാം അർജുൻ എന്ന ആ വലിയ പ്രതിഭയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞത്. പലപ്പോഴും ട്രോളുകളിലും പരിഹാസങ്ങളിലും മാത്രം ഒതുക്കപ്പെടുന്ന അർജുൻ ടെണ്ടുൽക്കറിലെ ക്രിക്കറ്റ് ബുദ്ധി എത്രത്തോളം മൂർച്ചയുള്ളതാണെന്ന് ഈ ഒരൊറ്റ പ്രവചനം തെളിയിക്കുകയാണ്. ക്രിക്കറ്റ് എന്നത് വെറും ഒരു കളിയല്ല, അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. അദ്ദേഹത്തിന് കളിയിലെ യഥാർത്ഥ പ്രതിഭകളെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിന്റെ ആ വലിയ കാഴ്ചപ്പാട് കണ്ടിട്ട് പറയുകയാണ്, എന്ത് വന്നാലും അച്ഛൻ്റെ മോൻ തന്നെയല്ലേ. 182 എന്ന വിജയലക്ഷ്യം തേടിയിറങ്ങിയ ലക്നോ സൂപ്പർ ജയൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്തക്ക് മുമ്പിൽ ഒരു ഘട്ടത്തിൽ തോൽവി പോലും സമ്മതിച്ചതായിരുന്നു. 16 ഓവറുകൾ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 128 റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അവർ. കളി ജയിക്കാൻ ഇനി വേണ്ടത് 24 പന്തിൽ 54 റൺസാണ്. കയ്യിലുള്ളത് കേവലം 3 വിക്കറ്റുകൾ മാത്രം. സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെല്ലാവരും കൂടാരം കയറിയപ്പോൾ ഈ കളി ഇവിടെ തീർന്നു എന്ന് എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. ലക്നൗ ആരാധകർ പോലും പ്രതീക്ഷയറ്റ് TV ഓഫാക്കിയ നിമിഷമായിരുന്നു. അവിടെ നിന്നാണ് ക്രിക്കറ്റ് ലോകം ആ അത്ഭുതകരമായ പോരാട്ട വീര്യത്തിന് സാക്ഷ്യം വഹിച്ചത്. ക്രീസിൽ അവശേഷിക്കുന്നത് വെറും 2 മത്സരം മാത്രം പരിചയസമ്പത്തുള്ള മുകുൾ ചൗധരിയും പിന്നെ വാലറ്റക്കാരായ ബൗളറും മാത്രം. തൻ്റെ ആദ്യ 8 പന്തുകളിൽ നിന്ന് വെറും 3 റൺസ് മാത്രം നേടി അയാൾ പതറുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് എല്ലാവരും വിധിയെഴുതിയത്. ഉറങ്ങിക്കിടന്നൊരു സിംഹം ഗർജിച്ചെഴുന്നേൽക്കുന്നത് പോലെ അയാൾ തന്നിലെ പോരാളിയെ പുറത്തെടുത്തു. ആവേശ് ഖാനെ ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് അയാൾ ഒറ്റയ്ക്ക് പടപൊരുതി. KKR ബൗളർമാരെ കടന്നാക്രമിച്ച് സ്റ്റേഡിയത്തിന്റെ അതിരുകൾ ഭേദിച്ച് സിക്സറുകൾ പറന്നു. അതിൽ ആ ഹെലികോപ്റ്റർ സിക്സൊക്കെ ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകൾക്ക് ഒരു വിരുന്നായിരുന്നു. പരാജയമുറപ്പിച്ചൊരു ടീമിന് വേണ്ടി അയാൾ ഏകാകികമായി ഒരു പടത്തലവനായി മാറി. അവസാന 2 ഓവറിൽ ജയിക്കാൻ വേണ്ടത് 30 റൺസായിരുന്നു. എന്നാൽ 19ാം ഓവറിൽ മാത്രം അയാൾ അടിച്ചെടുത്തത് 16 റൺസായിരുന്നു. പിന്നീട് ആ നിർണായകമായ അവസാന ഓവർ എറിയാനെത്തിയത് വൈഭവ് അറോറ. ആദ്യ 2 പന്തുകൾ ഡോട്ടായതോടെ വീണ്ടും നെഞ്ചിടിപ്പേറി. ഇനി വേണ്ടത് 2 പന്തിൽ 7 റൺസ്. പ്രതീക്ഷകൾ വീണ്ടും മങ്ങിത്തുടങ്ങിയ ആ നിമിഷത്തിൽ ഓഫ് സൈഡിലേക്ക് അയാൾ പറത്തിയ ആ കണ്ണഞ്ചിപ്പിക്കുന്ന സിക്സർ ഒരു ഇതിഹാസത്തിന്റെ പിറവിയായിരുന്നു. ആർക്കും സ്വന്തമാകില്ലെന്ന് കരുതിയ ആ വിജയം അയാൾ ലക്നോവിന്റെ കാൽക്കീയിലെത്തിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിജയത്തിലേക്ക് നയിച്ച ആ 54 റൺസിന്റെ 8ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ 52 റൺസും പറന്നത് ആ യുവതാരത്തിന്റെ ആ ബാറ്റിൽ നിന്നാണ്. ഇതൊരു സാധാരണ ഇന്നിങ്സ് അല്ല, മറിച്ച് ലോക ക്രിക്കറ്റിൽ ഒരു പുതിയ നക്ഷത്രത്തിന്റെ ഉദയമാണ്. അവന്റെ പേരാണ് മുകുൾ ചൗധരി. വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ലോകം ആ പേര് ആദരവോടെ വെളിപ്പെടുത്തും. വാട്ട് എ പ്ലെയർ, വാട്ട് എ മാച്ച്. കേസിലിറങ്ങുമ്പോൾ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും അവസാനം വരെ ബാറ്റ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും സിക്സറുകൾ അടിക്കാനാണ് തനിക്കിഷ്ടമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആദ്യത്തെ സിക്സർ എനിക്ക് ഏറെ സ്പെഷ്യലായിരുന്നു. കാരണം ആദ്യ 2 മത്സരങ്ങളിൽ എനിക്ക് സിക്സറൊന്നും നേടാനായിരുന്നില്ല. ബോളുകൾ സ്ലോട്ടിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനാണ് ഞാൻ കാത്തിരുന്നത്. ഗ്രൗണ്ടിന് സമാന്തരമായി കളിക്കുന്നതിനേക്കാൾ ആക്രമിച്ച് കളിക്കാനാണ് തനിക്ക് താല്പര്യം. മുകുൾ ചൗധരി ഇങ്ങനെ പറഞ്ഞു. ഞാൻ ജനിക്കുന്നതിനു മുമ്പേ മകൻ ക്രിക്കറ്റ് കളിക്കണമെന്ന എൻ്റെ അച്ഛൻ്റെ വലിയ സ്വപ്നമായിരുന്നു. സിക്കിമിൽ മികച്ച അക്കാദമി ഇല്ലാത്തതിനാൽ ഡൽഹിയിലും
ഗുഡ്ഗാവിലും പോയാണ് ഞാൻ മത്സരങ്ങൾ കളിച്ചത്. UP-ക്കെതിരായ അണ്ടർ-19 മത്സരത്തിലെ പ്രകടനം കണ്ടപ്പോഴാണ് ഞാൻ വലിയ നിലയിലെത്തുമെന്ന് അച്ഛന് ഉറപ്പായത്. 182 റൺസ് പിന്തുടർന്ന ലക്നൗ അവസാന ഓവറുകളിൽ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ ഭയമില്ലാതെ ബാറ്റ് ചെയ്ത് ചൗധരി അവസാന ഓവറിലെ 2 സിക്സറുകൾ ഉൾപ്പെടെ പറത്തിയാണ് ടീമിനെ വിജയത്തിലെത്തിച്ചത്. 27 പന്തിൽ പുറത്താകാതെ 54 റൺസ് നേടിയ മുകുൾ ചൗധരി പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ, മുകുൾ ചൗധരി. Free audio post-production by alphonic.com